ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വീണ്ടും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി എങ്ങനെ വെക്കാൻ നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ ചക്കക്കുരു നന്നാക്കി എടുക്കുക. അതിലെ ബ്രൗൺ ഷീൽഡ് കളയാതിരിക്കുക. കുറേ ആൾക്കാർ ആ ബ്രൗൺ സ്കിന്ന് ചെത്തി കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദ ബ്രൗൺ സ്പെർമോഡം കൺസിസ്റ്റ് ഓഫ് വൈറ്റ് കോട്ടിലിഡോൺ റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ച്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിന്നിന് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉൾപ്പെടെ തന്നെ എടുക്കാം നമുക്ക്. അതിനുശേഷം ഒരു മാങ്ങേൻ്റെ തോല് നന്നായി ചെത്തിയിട്ട് അതും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചക്കക്കുരു ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് മാങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളകും മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. സമയമില്ല, തിരക്കുള്ളവർ, ജോലിക്കൊക്കെ പോകുന്നവർ അതൊന്ന് കുക്കറിൽ ആദ്യം ഒന്ന് 2 വിസിൽ വേവിച്ചെടുക്കുക. കൂടെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരു ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രം നമുക്കതിലേക്ക് മാങ്ങയും മുരിങ്ങക്കോലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ചക്കക്കുരു ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും മുരിങ്ങക്കോലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേകുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് കുറച്ച് തേങ്ങ, ജീരകം, ചെറിയുള്ളി, 2 വെളുത്തുള്ളി. ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂസ് വരുന്നവർക്ക് 2 വെളുത്തുള്ളി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അരച്ച് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുള്ള അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജീരകം വളരെ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ജീരകത്തിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി വറവിനുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക്, ചെറിയുള്ളി ചെറിയ വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, ഒരു 2 ഉണക്കമുളക്. നല്ല ബ്രൗണിഷ് ആയിട്ട് ഉള്ളി വറുത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ഞാൻ ഈ സമയത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇടുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. വറവ് തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലെയിം എണ്ണ ചൂടായതിനു ശേഷം സിമ്മിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറവ് തയ്യാറാക്കുക. മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. താങ്ക്